ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്നൊരു പുതിയ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാണ്. ഡ്രാമയുടെ പേരെന്ന് പറയുന്നത് ദ ഡ്രാമ കോഡ് ഹീറോസ് ഓൺ കോൾ എന്ന് പറയും. നമ്മുടെ ഈ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിലെ ചികിത്സ ശരിയല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അവിടേക്ക് പുതുതായിട്ട് വരുന്ന ഡോക്ടർ അവിടെ കൊണ്ടുവരുന്ന മാറ്റങ്ങളും അങ്ങനെയുള്ള രസകരമായ കാര്യങ്ങളാണ് ഈ ഒരു ഡ്രാമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ തുടങ്ങുന്നതിന് ഒരാൾ ബൈക്കിൽ ഭയങ്കര സ്പീഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരു യുദ്ധം നടക്കുന്നുണ്ട്, എല്ലാവരും ഓടുകയാണ്, ജനങ്ങളൊക്കെ പേടിച്ചോടെയാണ്. അവിടേക്ക് ആ ഒരു ബൈക്കുകാരൻ മാത്രം ആ ഓടുന്നതിന് എതിർക്കെ പോവുകയാണ്. അപ്പോഴേക്കും ഒരു ബോംബ് വന്ന് വീഴുന്നുണ്ട്. ആ ബൈക്കിൽ ഓടിച്ച ആളും ബൈക്കും എല്ലാം തെറിച്ചു പോകുന്നുണ്ട്. അയാളുടെ ബാഗിൽ നിന്ന് ഒത്തിരി മരുന്നുകളൊക്കെ കിടക്കുന്നുണ്ട്. അതെ, ഇതാണ് നമ്മുടെ ഹീറോ. അവിടെയുള്ള രോഗികൾക്ക്, മുറിവേറ്റ ആൾക്കാർക്ക് വേണ്ടി മരുന്നും കൊണ്ടുവന്നതാണ് നമ്മുടെ ഹീറോ. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആ വയ്യാത്ത ശരീരവും വെച്ചുകൊണ്ട് ആ മരുന്നും കൊണ്ടെത്തുന്നുണ്ട്. അവിടുത്തെ നേഴ്സുമാരാണെങ്കിലും അത് ഓടിപ്പോയി മേടിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അവിടെയുള്ള ചികിത്സകളെല്ലാം നടത്തി തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഹീറോ അത്രയും തരണം ചെയ്ത് ആ മരുന്ന് കൊണ്ട് ഇവിടെ എത്തിക്കുന്നതാണ് നമ്മളുടെ ഏറ്റവും സീൻ തുടങ്ങുന്നത്. അടുത്ത സീനിൽ ഒരു ഹോസ്പിറ്റലിനെ പറ്റി മോശമായിട്ട് അഭിപ്രായങ്ങളും റിവ്യൂസും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി മരണങ്ങൾ, ചികിത്സ ശരിയല്ല, അവരുടെ ചികിത്സയിലുള്ള പിഴവുകൾ കാരണം ഉണ്ടാകുന്ന മരണത്തെ പറ്റിയിട്ടും എല്ലാ ന്യൂസ് വരെയാണ്. ഇവിടെ നമ്മളുടെ ഹെൽത്ത് മിനിസ്റ്റർ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിലെ എംപ്ലോയീസിനെയും ചീഫിനെയും എല്ലാം വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് വഴക്ക് പറയാണ്. നിങ്ങൾ എന്താ ഒരു ഹോസ്പിറ്റലാണോ നടത്തുന്നത്, എത്ര പേരെയാണ് നിങ്ങൾ കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവിടുത്തെ ചീഫാണെങ്കിലും ആ എംപ്ലോയീസ് ആണെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ആണെങ്കിൽ ചോദിക്കും, ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് എത്ര രൂപയാണ് ചിലവാക്കിയെന്ന് നിങ്ങൾക്ക് അറിയാമോന്ന്. അപ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചീഫ് അത് പിന്നെയെന്ന് പറയാതിരിക്കുമ്പോൾ നമ്മുടെ ചീഫിൻ്റെ അടുത്ത് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ പറയുന്നുണ്ട്, 10 മില്യൺ ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയത്, എന്നിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ നേരെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ, അവിടെയുള്ള ഡോക്ടർമാരൊക്കെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കും. അപ്പോൾ ചീഫ് പറയും, അങ്ങനെയല്ല മാം, എല്ലാം കറക്റ്റായിട്ടാണ് പോകുന്നത്, പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു നല്ലൊരു സർജൻ ഉണ്ടായിരുന്നു, പക്ഷെ അയാൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ ലീവ് എടുത്ത് പോയി, അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായതെന്ന് പറയും. ഞാൻ വേറൊരാളെ നോക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ പറയുന്നുണ്ട്, നിങ്ങൾ ഇനി ആരെയും നോക്കണ്ട, ഞാൻ തന്നെ ഒരാളെ കൊണ്ടുവന്നിട്ടോളാം, ഇനി അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല, ആ ഹോസ്പിറ്റലിന്റെ പേരിലും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, ഇനി ഞാൻ കൊണ്ടുവരുന്ന ആളത് ശരിയാക്കിക്കോളൂ. ഒരാൾ വന്ന് ജോയിൻ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ശരിക്കും ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരാൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കിയാൽ അതാണ് നമ്മുടെ ഹീറോ. അവനാണെങ്കിലും വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്ന് നല്ല വെള്ളമൊക്കെ കുടിച്ച് ഫ്രീ ആയിട്ടിരിക്കുകയായിരിക്കും. അവിടെ നമുക്ക് ഒരു പുതിയ ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അവന്റെ പേരാണ് ഗാങ്. അവനാണെങ്കിൽ ന്യൂസിൽ നമ്മുടെ ഹോസ്പിറ്റലിനെ പറ്റി പറയുന്ന മോശം റിവ്യൂസ് എല്ലാം കേട്ടോണ്ടിരിക്കുകയായിരിക്കും. ആ സമയം ഒരു കോൾ വരുന്നുണ്ട്, എമർജൻസി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അവനാണെങ്കിലും ഓടിപ്പോകുന്നുണ്ട്. ഇത് നമ്മുടെ ഡോക്ടർ ശ്രദ്ധിക്കും. അവൻ ഓടിപ്പോകുമ്പം ഒരാൾ കത്തിക്കുത്തേറ്റ് സീരിയസ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവരെ റൂമിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഗാങ് ആണെങ്കിലും അവനൊരു ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവന് ഹാർട്ട് ബീറ്റ് കുറയുന്നത് കാരണം അവന് ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കൈ വിറച്ച് അവൻ ഇഞ്ചക്ഷൻ വെക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ ഹീറോ അവിടേക്ക് വന്ന് ആ ഒരു കത്തി എടുത്ത് മാറുന്നുണ്ട്. എല്ലാവരും ഞെട്ടിപ്പോവും, എല്ലാവർക്കും ടെൻഷനാവും. എന്നിട്ട് നമ്മുടെ ഗാങ്ങിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു സിറിഞ്ച് മേടിച്ച് ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അവൻ്റെ ആ പൾസൊക്കെ നോർമൽ ആവുന്നുണ്ട്. അയാൾക്കുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഹീറോ ഗാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്താ കൊച്ചുകുട്ടിയാണ്, നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പോലും പറ്റില്ലേ എന്ന് ചോദിക്കും. അപ്പം ഗാങ് ആണെങ്കിലും പറയാം, അല്ല അത് പിന്നെ ഞാനിതിൽ പെർഫെക്റ്റ് ഒന്നും അല്ല, ഇവിടെ ചെയ്യേണ്ട ഈ കേസ് ചെയ്യേണ്ട ആൾ ഇന്ന് വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ഇവിടെ പുതുതായിട്ട് വന്ന ആ ഒരു ഡോക്ടർ എന്ന് പറയും. ശരി, പെട്ടെന്ന് സർജറിക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ പറയും. അടുത്താണ് ഈ ഡ്രാമയിലെ കോമഡി പീസുകൾ കാണിക്കുന്നത്. കിങ്ങും പാക്കും ഇവർ രണ്ടുപേരാണെങ്കിൽ നമ്മുടെ ഡോക്ടറെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് വരായിരിക്കും. ഇവൻ ഇത്രയ്ക്ക് ധൈര്യം ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി, ഇവൻ എവിടെ നിന്ന് വന്നതാ. അപ്പോൾ അവരാണെങ്കിലും അതിൻ്റെ സ്ഥലത്ത് നിന്നാണ് ഒരു മറ്റാൾ പറയുന്നുണ്ട്. അപ്പോൾ പാക്ക് ചോദിക്കും, അവൻ ഏത് കോളേജിൽ പഠിച്ചത്, എത്ര അഹങ്കാരം അവൻ എന്തിനാ. അപ്പോൾ അവനാണെങ്കിൽ ഒരു ലോക്കൽ കോളേജ് പറയും, അവിടെ പഠിച്ചിട്ടാണോ നമ്മളെയൊക്കെ റൂൾ ചെയ്യാൻ വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ മറ്റവനാണെങ്കിലും പറയുന്നുണ്ട്, ഇല്ല നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററിൻ്റെ പ്രത്യേക റെക്കമെൻഡേഷനിൽ വന്നതാണെന്ന്. ഓ, അത്രയ്ക്ക് വലിയവനാണോ അവൻ. അതെ, അവൻ ഏതൊക്കെയോ വർക്കിലൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയെ പറ്റി പരസ്പരം സംസാരിച്ചുകൊണ്ടായിരിക്കും വരിക. അതുപോലെ എന്നിട്ട് ഹീറോയിനെ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഹെൽത്ത് മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരിക്കും, അവരുടെ പ്രത്യേക റെക്കമെൻഡേഷനിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും നമ്മളുടെ അവിടെ ഒരു എമർജൻസി വരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഡ്യൂട്ടി ഡോക്ടറിനെ വിളിച്ച് നമ്മളൊരു മെമ്പർ പറയുമ്പോൾ, എൻ്റെ സമയം കഴിഞ്ഞു, ഇനി എനിക്ക് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് പോകണം, നിങ്ങൾ വേണമെങ്കിൽ നേരത്തെ പറയണമായിരുന്നു പറയും. അവിടെ നമ്മൾ ഹീറോയും കോൾ വാങ്ങിച്ചിട്ട്, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഇല്ലെങ്കിൽ നിന്റെ ജോലി ഞാൻ കളയുന്നറിയും. അപ്പോൾ അയാളാണെങ്കിൽ, നീ ആലോചിക്കും, ഞാൻ പുതിയ ചീഫാണ്, നിനക്ക് വരുന്നുണ്ടോ, നിനക്ക് പണി പോകണമെന്ന് ചോദിക്കും. നമ്മളുടെ ഈ ഒരു ഡോക്ടർ ആണെങ്കിൽ ഓടി കളിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. അടുത്ത് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് ആ ഒരു നമ്മുടെ ഗ്യാങ് വന്നിട്ട് പറയും, ഡോക്ടർ വേറൊരു പ്രശ്നമുണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും ഫ്രീ അല്ല, നമുക്ക് സർജറി ചെയ്യാൻ സ്ഥലമില്ലാന്ന്. നമ്മുടെ ഡോക്ടറാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ ശരി അതിന് വേണ്ടിയിട്ട് വേറൊരു വഴിയുണ്ട്, ഇവിടെ ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ തിയേറ്റർ ചെയ്തിട്ടുണ്ട്, അവിടെ പോകാന്ന്. അവിടെ പോയി നോക്കുമ്പം നമ്മുടെ ഹീറോ ചോദിക്കും, ഇതൊക്കെ ഓർക്കാവുന്നത് തന്നെയെന്ന്. അപ്പോൾ പറഞ്ഞ്, ഓർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കണത്, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും ചെയ്യും നമ്മുടെ ഹീറോ പറയും. അവിടേക്ക് മറ്റേ വിളിച്ച ഡോക്ടർ ഓടി വച്ച് വരുന്നുണ്ട്, നീയാണോ എന്നെ കോൾ ചെയ്തെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ സർജറി തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിലും ഭയങ്കര കൂളായിട്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് സർജറി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്യാങ് ആണെങ്കിലും ഹീറോ ഇത് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പോഴേക്കും നമ്മുടെ ഹീറോ വിളിച്ചു വരുത്തില്ല ഡോക്ടർ. ആ ഡോക്ടർ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ നിൽക്കും. നീയൊക്കെ ഡോക്ടറാണോ, നീ എന്തിനാണ് നിങ്ങൾ ഇറങ്ങി പോകുമെന്ന് പറയാം. എന്നിട്ട് വേറൊരു ഡോക്ടറെ വിളിക്കാൻ വേണ്ടി നമ്മുടെ ഗ്യാങ്ങിനോട് പറയുമ്പോൾ അവിടെയുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ വിളിച്ചിട്ട് ആ ഒരു സർജറി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡോക്ടേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഹീറോയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ അവൻ എങ്ങനെ ചെയ്യാൻ ഇത്, ഞാനിവിടെ നിൽക്കുകയല്ലേ, ഞാനൊരു ഡ്യൂട്ടി ഡോക്ടറല്ലേ, എന്നെ ഇങ്ങനെ സംസാരിക്കാന്ന്. ഇവിടെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരിക്കും. എല്ലാ ഡോക്ടേഴ്സും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ചെയർമാൻ ഉൾപ്പെടെ അവന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ഇവിടെ സർജറി
നമ്മുടെ ഗ്യാങ്ങും ഹീറോയും കൂടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം പറയും, ഓ ഞാൻ എന്തായാലും ഇത്രയും ലേറ്റായി, നിന്റെ സെറമണിക്ക് സമയമായെന്ന് പറയും. അപ്പം നമ്മുടെ ഗ്യാങ് പറയും, അതെ അതെ സാറിന് സമയമായി, എത്രയും പെട്ടെന്ന് പൊക്കോ, എല്ലാവരും വെയിറ്റ് ചെയ്യല്ലേന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ആ എന്തായാലും ഇത്രയും ആയില്ലേ, അവരെനിക്ക് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്തു, എന്തായാലും ഞാൻ പേഷ്യൻ്റ് കണ്ണു തുറന്നിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഗ്യാങ്ങിനാണെങ്കിൽ ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത് ഹീറോയിനെ കണ്ടിട്ട്. ഇവിടെ സെറമണി നടക്കേണ്ട അടുത്ത് എല്ലാ ഡോക്ടേഴ്സും വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ പാക്കാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഓ ഇതെന്ത് ഡോക്ടർ, ഒരു പഞ്ച്വാലിറ്റി ഇല്ല, സമയത്തിന് വരണമെന്നുള്ള ചിന്തയില്ലാന്ന്. അപ്പോഴേക്കും നോക്കുമ്പോൾ എൻ്റെ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ ഹീറോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഹീറോയെ പറ്റി പറയാണ്, 1 hour അവൻ ലേറ്റ് ആയിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ചീഫാണെങ്കിലും ഡോക്ടറെ അടുത്ത് പറയും 1 hour ലേറ്റ് ആയി വന്നതിന് സോറി പറഞ്ഞ് സംസാരിക്കണമെന്ന്. അങ്ങനെ എല്ലാം പറഞ്ഞ് നമ്മളുടെ ഹീറോ ആണെങ്കിൽ മൈക്കിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയും, എന്നോട് ചീഫ് പറഞ്ഞു ഞാൻ ലേറ്റായി വന്നതിന് സോറി പറയണമെന്ന്, പക്ഷെ ഞാൻ സോറി പറയത്തില്ല, നിങ്ങളാണ് എന്നോട് മാപ്പ് പറയേണ്ടത്. നിങ്ങൾ എന്തൊരു ഹോസ്പിറ്റലാണോ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്ന ഒരു രീതിയിലും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. ഇവിടെ ഒരു ട്രോമ ടീമിനെ ലീഡ് ചെയ്യാനാണ് എന്നെ ഇവിടെ അപ്പോയിന്റ് ചെയ്തത്. പക്ഷെ ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു ട്രോമ ടീമും ഇവിടെ ഇല്ല. ഇവിടെ ഉള്ള ടീം എന്ന് പറയുന്നത് ഓരോ ദിവസം ഓരോരുത്തർ വന്നിട്ട് പോവുകയാണ്, അല്ലാണ്ട് ഒരു സ്ഥിരമായിട്ടൊരു ടീമില്ല. ഇതെന്താ ടൈം ബോംബാണോ നിങ്ങൾക്ക് തോന്നും പോലെ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇങ്ങനെ ഒരു ടീം പറ്റത്തില്ല എന്ന് പറയും. അപ്പം നമ്മുടെ കിമ്മാണെങ്കിൽ എണീറ്റ് വന്നിട്ട് ചോദിക്കും, അല്ല ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, ഫസ്റ്റ് ഡേ വന്നിട്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം ചെയ്യും, ഞാൻ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യും എന്നൊക്കെ പറയുന്നതിന് പകരം ട്രോമ ടീമിനെ പറ്റി ഇങ്ങനെയാണോ പറയണേന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും പറയുന്നുണ്ട്, ആ ഇവിടെ ഉള്ളതൊന്നും ഡോക്ടേഴ്സ് അല്ല, ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഒരു ചികിത്സ പോലും അറിഞ്ഞൂടെ, ഇവർക്ക് എന്താ പഠിച്ചതെന്ന് പോലും അറിയാൻ പാടില്ല. ഈ ഡോക്ടർ കാരണം ഒരു മരണം നടന്നേനെ, ആ ജീവനെ ഞാനാണ് രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ട്രോമ ടീമിനെ ഞാൻ ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും ഷോക്കാവും. എന്നിട്ട് പറയും, ഞാൻ എന്തൊരു ട്രോമ സെന്റർ തുടങ്ങാൻ പോവുകയാണെന്ന്. എന്നിട്ട് നമ്മുടെ മിനിസ്റ്ററെ നോക്കിയിട്ട് പറയും, മിനിസ്റ്റർ മാം നിങ്ങളുടെ ഈ 10 million യാണും ഞാൻ നല്ലതിന് വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മുടെ ഹീറോ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു ഹെൽത്ത് മിനിസ്റ്ററാണ് ഭയങ്കര സന്തോഷമാവുന്നത്. അയാൾ പറഞ്ഞതെല്ലാം റൂഡായിട്ട് തോന്നിയെങ്കിലും അയാളുടെ ശരിയാണത്, ഞാൻ അയാളെ പൂർണ്ണമായിട്ട് അനുയോജിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഡോക്ടേഴ്സിനെയൊക്കെ മനസ്സില്ലാ മനസ്സോടെ സന്തോഷം പോലെ കാണിക്കേണ്ടി വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗ്യാങ്ങും ആ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം മെഡിക്കൽ സ്റ്റുഡൻറ്റ് പറയും, നീ എന്തായാലും ആ ഒരു ട്രോമ ടീമിൽ ചേരുന്നു. അപ്പം നമ്മുടെ ഗ്യാങ് ആണെങ്കിലും ഞെട്ടിട്ട്, എന്താ നീ പറയുന്നത്, ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇന്നോ നാളെയോ ഇരിക്കുന്നത്, അതിനകത്ത് ഞാൻ ചേരാനൊന്ന്. അപ്പോഴേക്കും നമ്മുടെ ഗ്യാങ്ങിന് ഒരു കോൾ വരുന്നുണ്ട്. അവൻ എമർജൻസി ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ തേടിപ്പോ, പക്ഷേ ഡോക്ടർ മുന്നിൽ കൂടെ പോയി ഡോക്ടർ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. ആ മീറ്റിംഗ് നടന്ന സ്ഥലത്തോട്ടായിരിക്കും അവൻ അവിടെ ഉണ്ടാവത്തില്ല. നമ്മുടെ ഡോക്ടർ ആണെങ്കിലും ആ സർജറി കഴിഞ്ഞ പേഷ്യൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട് വരാൻ നിൽക്കുകയായിരിക്കും. പക്ഷേ ഡോക്ടർ ആണെന്നുള്ള കാര്യം അവിടെയുള്ള നേഴ്സിന് അറിയത്തില്ലല്ലോ. ഇയാൾ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ആ നേഴ്സാണെങ്കിൽ സമ്മതിക്കുന്നുണ്ടാവില്ല. പറ്റത്തില്ല, ഡോക്ടേഴ്സിനും നഴ്സുമാർക്ക് മാത്രമേ അകത്തോട്ട് കയറാൻ പാടുള്ളൂ, നിങ്ങൾക്ക് പാടില്ല പറയും. അയ്യോ ഞാനൊരു ഡോക്ടറാണെന്ന് അവൻ തലയിൽ കൈവച്ച് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നുണ്ടായിരിക്കത്തില്ല. എന്നിട്ട് ആ സമയം അവിടേക്ക് നമ്മുടെ ഗ്യാങ് വരുന്നുണ്ട്. ഗ്യാങ് വന്നിട്ട്, ഡോക്ടർ എമർജൻസി, അത്യാവശ്യമായിട്ട് ഒരാൾ വീണു, അവിടെ പോകണമെന്ന് പറയും. അതുകൊണ്ട് ഡോക്ടർ ആണെങ്കിലും ശരി പോവാം, നമ്മൾ അങ്ങ് പോകാനുള്ള സമയം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ പറയും, ഇല്ല അയാളുടെ എമർജൻസിയാണ്, നമ്മൾ അങ്ങ് പോയാലേ പറ്റുള്ളൂ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് ഡോക്ടർ എങ്കിൽ ഹെലികോപ്റ്റർ വിളിക്കുക, നമുക്ക് അങ്ങോട്ട് പോകാം, എവിടെ നിന്ന് മെഡിക്കൽ കയറലാന്ന് പറയും. എന്നിട്ട് ആ പേഷ്യൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്യാങ്ങിൻ്റെ ഐഡി വെച്ചിട്ട് നമ്മുടെ ഹീറോ അകത്ത് വരുന്നുണ്ട്. അപ്പം നേഴ്സ് വീണ്ടും തടയുന്നുണ്ട്, നീ ഡോക്ടറോ, നീ ആരും ഇവിടെ ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, ഇറങ്ങി പോകാൻ പറയും. ആ സമയം നമ്മുടെ ഹീറോയുടെ കയ്യിലുള്ള ടാറ്റു അവൾ ശ്രദ്ധിക്കും. അപ്പം ഇവളൊരു ഗ്യാങ്സ്റ്റർ, അവത്ത് കിടക്കുന്ന ആളുടെ ശരീരത്തിന് ടാറ്റു ഉണ്ട്. അപ്പോൾ അവനും ഗ്യാങ്സ്റ്റർ. അയ്യോ ഇവരിനിപ്പം നമ്മുടെ ഹോസ്പിറ്റലിനെ തീയിടുന്നു, നമ്മളെല്ലാവരും വെടിവെച്ച് കൊല്ലുന്നു, അങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് അവൾ ഇറങ്ങി പോകാൻ വേണ്ടി പേടിച്ച് വിളിക്കുമ്പോൾ നമ്മുടെ ഗ്യാങ് വന്ന് പറയും, അത് നമ്മുടെ പുതിയ ഡോക്ടറാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ, നീ പേടിക്കണ്ട, ഞാൻ ഡോക്ടറാണെന്ന് പറയും. എന്നിട്ട് നേഴ്സിൻ്റെ അടുത്ത് പറയും, എന്തായാലും നീയാണ് ഇവിടുത്തെ ഗ്യാങ്സ്റ്റർ, എന്നിട്ടോടെ ഞാൻ നിന്നെ ഗ്യാങ്സ്റ്റർ എന്ന് തന്നെ വിളിക്കാമെന്ന് പറയും. എന്നിട്ടാണെങ്കിൽ ഇവർ ആ പേഷ്യൻറ്റിനെ കണ്ടിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പേഷ്യൻ്റ് ആണെങ്കിലും പറയുന്നുണ്ട്, താങ്ക്സ്, ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ ജീവൻ രക്ഷിച്ചെന്ന്. നമ്മുടെ ഹീറോ പറയും, ഓ ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്, എനിക്ക് കുഴപ്പമില്ല, ദാ ഈ നിൽക്കുന്നില്ലേ ഈ ഗ്യാങ്, ഇവനാണ് നിങ്ങൾക്ക് സ്റ്റിച്ചൊക്കെ ഇട്ടത്, നിങ്ങളെ ജീവൻ രക്ഷിക്കാൻ ഇവനും ഒരു വലിയ പങ്കുണ്ടെന്ന് പറയും. ഇത് കേൾക്കുന്ന നമ്മുടെ ഞാനാണെങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അപ്പോഴേക്കാണ് വീണ്ടും കോൾ വരും, ഹെലികോപ്റ്റർ വന്നു എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഹീറോയും ഗ്യാങ്ങും കൂടെ ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് എത്തും. എന്നിട്ട് ശരി സാർ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്യാങ് പോകാൻ നിൽക്കുമ്പോൾ, നീ എവിടെ പോകണേ, നീ ഇവിടെ വാന്ന് പറയും. നമ്മുടെ ഹീറോനെ വിളിക്കും. അയ്യോ എനിക്ക് ഹൈറ്റ് പേടിയാന്ന് പറയും. നമ്മുടെ ഹീറോനെ വലിച്ചവനകത്ത് കയറ്റുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ അവർ ഹെലികോപ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം പൈലറ്റ് പറയുന്നുണ്ട്, ഇതിനപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല, വെതർ ശരിയല്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല, ആക്സിഡൻറ്റ് തോന്നാണ്, റിസ്കിന് ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും ആ ഒരു പൈലറ്റ് ബോട്ട് വാങ്ങിച്ചിട്ട് അവനാണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു സ്ഥലത്തെത്തും. എന്നിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്തും നമ്മുടെ യുവാൻ്റെ അടുത്തും പറയും, ചാടിക്കോളാൻ പറയും. നമ്മുടെ ഹീറോ ചാടാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് പേടിയാണ്, ഞാൻ വരുന്നില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഗ്യാങ് ആണെങ്കിൽ അവനെ തൂക്കിക്കൊണ്ട് താഴോട്ട് ചാടുന്നിടത്ത് ഈ ഒരു എപ്പിസോഡ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി എന്തൊക്കെ നടക്കും എന്നുള്ളത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.